തടവുകാരനെ സ്വതന്ത്രനാക്കുന്നു. ഇരമ്യാ പ്രവചനം 17:1-20 വരെ. ചിന്തയ്ക്കായിട്ട് 5-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ട് മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. ഏത് ദുർബലനായ മനുഷ്യനിലും ശക്തനായ ഒരു വ്യക്തി കുടികൊള്ളുന്നുണ്ട്. ഏത് പരാജിതനിലും ഒരു ജേതാവ് സ്ഥിതി ചെയ്യുന്നു. ഈ രഹസ്യം ഗ്രഹിക്കാത്തവർക്കാണ് ജീവിതം ദുർവഹമായി തോന്നുന്നതെന്ന് മനുഷ്യ മനസ്സിൻ്റെ അജേയ ശക്തിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ അസന്ദിഗ്ധമായി സമർത്ഥിച്ചിട്ടുണ്ട്. തങ്ങൾ പരാജിതരായി എന്നും ഇനി നിവർന്നു നിൽക്കാനാവാത്തവണ്ണം അടിപ്പെട്ടുപോയി എന്നും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ ആഘാതങ്ങളോട് ചെറുത്തു നിൽക്കാൻ തങ്ങൾക്ക് ശക്തിയില്ലെന്നും വിചാരിക്കുന്നവർക്ക് ഒരു സ്വയം കണ്ടെത്തലാണ് ആവശ്യമെന്ന് അവർ പറയുന്നു. അന്തരംഗത്തിലെ വിചാരമാണ് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കുന്നത്. അന്തരംഗം എന്നതിനെ ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ ഉപബോധ മനസ്സ് എന്ന് പറയുന്നു. ഉപബോധ മനസ്സാണ് മനുഷ്യൻ്റെ എല്ലാ കർമ്മ മേഖലകളെയും ഭരിക്കുന്നത്. മനുഷ്യനിലുള്ള അജേയ ശക്തിയെ തടവിലാക്കുന്ന പല ചിന്തകളും വിശ്വാസ സങ്കല്പങ്ങളും ഉപബോധ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നതാണ്. നമ്മുടെ പരാജയ ബോധത്തിൻ്റെ പിന്നിൽ സ്ഥിതി ചെയ്യുന്ന രഹസ്യമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ധൂർത്തപുത്രൻ്റെ കഥയിലൂടെ ഈ മഹാരഹസ്യം ക്രിസ്തു അനാവരണം ചെയ്തിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. തനിക്കുള്ള സർവസ്വവും നഷ്ടപ്പെടുത്തിയ ആ യുവാവ് പരാജയത്തിൻ്റെ നെല്ലിപ്പലകയിൽ കാലുകുത്തി നിന്നപ്പോൾ ഒരു ബോധോദയമുണ്ടായി. സ്വപിതാവിൻ്റെ ഭവനത്തിലെ സുഭിക്ഷതയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അത്. ആ വിചാരം അവനെ സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പ്രേരിപ്പിച്ചു. അതുപോലെ അജേയ ശക്തിയുടെ കലവറയായ നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം. എന്നാൽ പലരുടെയും സ്വന്തം ഭവനം തങ്ങളുടെ ശക്തി സാധ്യതകളെ അടച്ചുപൂട്ടിയിരിക്കുന്ന കൽത്തുറുങ്കുകളായി പരിണമിച്ചിരിക്കുന്നു എന്നതാണ് അവരുടെ നിരാശാബോധത്തിൻ്റെ പിന്നിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുത. ദൈവം തടവുകാരനെ സ്വതന്ത്രനാക്കുന്നു എന്ന ഒരു പഴയ പാട്ടിൽ പറയുന്നുണ്ട്. ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമ്മെ, അതായത് നമ്മിലെ ശക്തി സാധ്യതകളെ സ്വതന്ത്രമാക്കാൻ കഴിയുകയില്ല. മതം നമ്മെ തടവുകാരനാക്കുമെന്നും ചില അതിർത്തികൾക്കുള്ളിൽ ഒതുക്കി നിർത്തുമെന്നും ചിലർ ഭയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ മതം നമ്മിലെ അജേയ ശക്തി കണ്ടെത്തക്ക വണ്ണം നമ്മുടെ സ്വന്തം ഭവനത്തിൻ്റെ വാതിൽ വിശാലമായി തുറന്നു തരികയും നമ്മെ സന്തുഷ്ടരും സംതൃപ്തരുമാക്കി തീർക്കുകയും ചെയ്യുന്നു. അത് മതത്തിന് മാത്രമേ നമ്മെ സ്വതന്ത്രരാക്കാൻ കഴിയൂ. ഞാൻ തകർന്നിരിക്കുന്നു, എൻ്റെ ജീവിതം ശൂന്യമായി തീർന്നിരിക്കുന്നു, എല്ലാ ചുറ്റുപാടുകളും എനിക്ക് വിപരീതമാണ്, ഇനി മുന്നോട്ട് ഒരടി പോകാൻ എനിക്ക് വയ്യ എന്നിങ്ങനെ സ്വയം പറയുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ പ്രശ്നങ്ങളോടൊപ്പം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കൈകളിൽ അർപ്പിക്കുമെങ്കിൽ ഉണങ്ങി വരേണ്ട റിസർവോയറിലേക്ക് ജലം വന്നു വീഴുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള ശക്തിധാര നമുക്ക് നിർലോഭം ലഭിക്കുക തന്നെ ചെയ്യും. ഒരു ബിസിനസ്സുകാരനായ യുവാവിൻ്റെ ദൃഷ്ടാന്തം വിൻസെൻ്റ് പീൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ദൈവവിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ആ യുവാവ് നല്ലൊരു ബിസിനസ്സുകാരനായി തീർന്നു. എന്നാൽ തൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ മതപരമായ ജീവിതത്തിൽ നിന്ന് അയാൾ അകന്നുപോയിരുന്നു. വിവാഹം കഴിഞ്ഞു. സാമൂഹിക രംഗത്ത് മാന്യനായ ഒരു ചെറുപ്പക്കാരനായി അയാൾ അറിയപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ നൊയമ്പ് വിടലിനോ മറ്റോ പള്ളിയിലൊന്ന് പോകുമെന്നല്ലാതെ മതം ഒരു അത്യാവശ്യ കാര്യമായി അയാൾക്ക് തോന്നിയിരുന്നില്ല. ആധ്യാത്മിക മൂല്യങ്ങൾക്കൊന്നും അയാളെ സംബന്ധിച്ചിടത്തോളം വിലയില്ലെന്നായി. ഭൗതിക കാര്യങ്ങളിൽ മാത്രമേ ആ യുവാവിൻ്റെയും അയാളുടെ സുന്ദരിയായ ഭാര്യയുടെയും ജീവിതം വേരൂന്നിരുന്നുള്ളൂ. അങ്ങനെയുള്ള വേരുകൾ ദുർബലമായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്തിനേറെ പറയുന്നു, ആ യുവാവിൻ്റെ ജീവിതം തകർന്നു. മുന്നോട്ടൊരു ചുവട് വയ്ക്കാനുള്ള ധൈര്യമില്ലാതായി. പരാജയത്തിൻ്റെ ആഘാതം ഒന്നിനു പുറകെ മറ്റൊന്നായി അയാൾക്ക് ഏൽക്കേണ്ടി വന്നു. ഈ സമയത്ത് ജീവിതത്തെ സുദീനം നേരിടുകയും പ്രതികൂല സാഹചര്യങ്ങളെ പതറാതെ അഭിമുഖീകരിച്ച് മുന്നേറുകയും ചെയ്യുന്ന തേജസ്വിയായ ഒരു മനുഷ്യനെ അയാൾ കണ്ടുമുട്ടാനിടയായി. അദ്ദേഹത്തിൻ്റെ അക്ഷയതമായ ശക്തി രഹസ്യം എന്താണെന്നറിയാൻ ആ യുവാവ് ആഗ്രഹിച്ചു. ഒരു ദിവസം അദ്ദേഹത്തോട് അക്കാര്യം നേരിട്ട് ചോദിക്കുകയും ചെയ്തു. ദൈവമാണ് തൻ്റെ ശക്തി രഹസ്യമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. എന്ത്? ഞാനും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, ആ യുവാവ് പറഞ്ഞു. പക്ഷേ നിന്നെയും നിൻ്റെ പ്രശ്നങ്ങളെയും ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹം ചോദിച്ചു. വാസ്തവത്തിൽ
മതപരമായ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന പലർക്കും ഈ യോബിനെ പോലെ മൃതപ്രായമായ മതമാണ് ഉള്ളത്. നമ്മുടെ പ്രശ്നങ്ങളോടൊപ്പം നമ്മെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാതെ നമ്മിലെ ശക്തി ഭണ്ഡാകാരം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല. ഓർക്കണമേ, കഴിവില്ലായ്മയല്ല, ലക്ഷ്യമില്ലായ്മയാണ് ഏറെ പേരെ പരാജയപ്പെടുത്തുന്നത്. 16-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എലിയ ദാസൻ.